ഹായ്, ഇന്നെന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപഴം ഉപയോഗിച്ച് കുമ്പിളട ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ അതിന് 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി എടുക്കാവുന്നതാണ്. ഞാനിപ്പോ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് അടിച്ചെടുത്തോണ്ട് വരാം. അപ്പൊ നമ്മൾ പഴം അടിച്ചെടുത്തു. ഇനി നമുക്ക് ലേശം ശർക്കര ചൂടാക്കി അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് ശർക്കര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കണം. അപ്പൊ നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളു. അത് നമ്മൾ വെള്ളം ഒഴിച്ച് പാനിയാക്കുന്നത് നമ്മൾ അതിനകത്ത് കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശർക്കര പാനിയായി. അപ്പൊ നമ്മൾ തീ ഓഫാക്കിയിട്ട് നമ്മളിത് അരിച്ചൊഴിക്കണം. അപ്പൊ നമ്മൾ ശർക്കര പാനി അരിച്ചെടുത്ത്. അപ്പൊ നമ്മൾ അരിച്ചെടുക്കണ എന്നാ വെച്ചാൽ ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും ശർക്കരക്കകത്ത്, ബോള് ശർക്കരക്കകത്ത്. അതുകൊണ്ടാണ് നമ്മളത് അരിച്ചെടുത്തത്. ഇനി അരിച്ച ശർക്കരയിലോട്ട് നമ്മൾ അരച്ചു വെച്ച പഴം ഇടണം. അപ്പൊ നമുക്ക് പഴം ഒഴിക്കാം, അരച്ച പഴഞ്ചാറ് ഒഴിക്കാം. അപ്പൊ നമ്മൾ പഴം അരച്ച ആ പഴഞ്ചാറ് ഒഴിച്ച് ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത്, കുറച്ച് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, കുറച്ച് കശുവണ്ടി, ലേശ ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത്. അപ്പൊ ഏലക്കായും ജീരകവും കൂടി പൊടിച്ചതിട്ട് ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. നമ്മൾ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ഒരു 100 ഗ്രാം അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിന്റെ അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാനിടുക. അപ്പൊ 3 ചെറുപഴം എടുത്തുകൊണ്ടാണ് ഞാൻ 100 ഗ്രാം പൊടി എടുത്തത്. കൂടുതൽ അട ഉണ്ടാക്കണം എന്നുള്ളൊരു കൂടുതൽ ചെറുപഴങ്ങളും മറ്റ് സാധനങ്ങളും അതുപോലെ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ഈ പൊടി ഇടാം. അപ്പൊ ആ പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കുമ്പിളടയുടെ കൂട്ട് റെഡിയായി. ചെറുപഴം ഉപയോഗിച്ചുള്ള കുമ്പിളടയുടെ കൂട്ട് റെഡിയായി. ഇനി നമുക്ക് ഇല കുമ്പിള് കുത്തി എടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഇല കുമ്പിള് കുത്തി എടുക്കണം. ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കണം. അപ്പൊ നമുക്ക് 3 മൂല. അപ്പൊ ഇതിന് മൂല അടയെന്നും പറയും, കുമ്പിള് അടയെന്നും പറയും. അപ്പൊ നമ്മൾ ആ കുമ്പിളിന്റെ രീതി ഒന്നുകൂടി കാണിക്കുക. അപ്പൊ ഇതുപോലെ ബാക്കി പൊടികൾ കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ പഴം മാത്രം കൊടുക്കുമ്പോൾ അവർക്കൊരു മടിയല്ലേ കഴിക്കാനായിട്ട്. അപ്പൊ നമ്മളത് ആ പഴം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അട ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. ഇതുപോലെ ദ്വാരമുള്ള പാത്രം വെക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് നമുക്ക് ഈ അട എടുത്ത് നമുക്ക് വെക്കാം. ഓരോന്നെ എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ അത് വെന്ത് കിട്ടും. അപ്പൊ 10 മിനിറ്റ് ആയി. നമ്മുടെ അട വെന്താന്ന് നോക്കാം. നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കി തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഏകദേശം ചൂട് പോയി. നമുക്ക് ഓരോന്നെ നമ്മുടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പൊ നമ്മൾ 3 ചെറുപഴവും 100 ഗ്രാം പൊടി ഉപയോഗിച്ച് നമുക്ക് 8 മൂലയട ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിലെ വൈകുന്നേരത്തെ കാപ്പിക്കുള്ള അടയായി. അപ്പൊ ഇതുപോലെ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അടയാണ്, നല്ല രുചിയുള്ള അടയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോ വീണ്ടും വരും.